പൂവാറാണ്, ബോട്ടിങ്ങിലാണ്, അടിപൊളി കാഴ്ചകളാണ്. നമ്മളിങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് അത് വളരെ നല്ലൊരു കാഴ്ചയാണ്. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മുമ്പ് തന്നെ അടുത്തൊരു ബോട്ട് പോവുകയാണ്. ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളങ്ങളുടെ തീരെ ഓളങ്ങളും കാര്യങ്ങളെല്ലാം വളരെ അടിപൊളിയാണ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മളെ ബോട്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറി എടുത്ത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ പോയിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് നല്ലൊരു തണുപ്പാണ്, കൂളിങ് നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. ഈ വെള്ളം ഇങ്ങനെ എന്നാൽ സൈഡിലുള്ള ഭിത്തിയിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരുന്നതാണെന്ന് നല്ല പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ആമസോൺ കാടുകളുടെ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ പോകുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ ആമസോൺ സിനിമകളിൽ അനാക്കോണ്ട സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്. ഫുള്ളിങ്ങനെ ചെറിയ ചെറിയ മരങ്ങളും കാടുകൾ, ഭയങ്കര ഒരു വൈബാണത്. ഈ നീല ടാർപ്പേട്ടേക്കുന്നുണ്ടോ, അതിങ്ങനെ ആൾക്കാർ കരിക്കൊക്കെ കൊണ്ടുവിടെ നിൽക്കുമെന്നാണ് നമ്മളെ ഡ്രൈവർ പറഞ്ഞു തന്നത്. പക്ഷേ ഇപ്പം നല്ല വെയിൽ, നമ്മൾ പോയത് വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇതിന് മേൽപ്പാലമാണ്, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോകും. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകുന്നത് നേരെ കുറച്ച് ദൂരം പോയിട്ട് ബീച്ചിലോട്ടാണ് പോകുന്നത്. ഏകദേശം ബീച്ച് എത്താറായി. ഈ കായലും കടലും കൂടെ ചേർന്നൊരു ഭാഗമുണ്ട്. അവിടത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ സെക്ഷനാണ്, ബോട്ട് കഴുകിയിട്ടേക്കുന്നുണ്ടല്ലേ. നമ്മൾ കുറച്ച് ദൂരം പോയതിനു ശേഷം നമ്മൾ പോകുന്നത് കടലിലോട്ടാണ്. നമ്മൾ കടലിൻ്റെ അടുത്ത് എത്താറായി. അപ്പം ഞാൻ സൂം ചെയ്യുവാണ്. അവിടെ വേറെ കപ്പലിലൊക്കെ കിടക്കുകയാണ് അവിടെ. ഏകദേശം നമ്മളിഞ്ഞ് കടലിനോട് ഇനി അടുത്തു. കടലിനോട് എത്തിയപ്പോൾ ഒരുപാട് ബോട്ടുകളും ഷിപ്പും എല്ലാം ഉണ്ട്. എല്ലാവരും അവിടെ എത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. പിന്നെ കാലിൻ്റെ നടുക്കാനൊരു കുരിശടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ കറങ്ങി കാണാം, അല്ലാതെ അതിൻ്റെ അകത്ത് കയറാനൊന്നും പറ്റത്തില്ല. അധികം ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. ഇത് തമിഴ്നാട് ബോർഡറാണ് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. തമിഴ്നാട് ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ് വരുന്നത്. അതിൻ്റെ അപ്പുറം ഇത് ഏത് കടലാണ് ചേട്ടാ? എൻ്റെ അപ്പുറം ചാർജ് കിട്ടാനേ കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റും. 10,000 രൂപയാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ കടലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ എലിഫൻറ്റ് റോക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ സൂം ചെയ്ത് കാണിക്കാണ്ട് എലിഫൻറ്റിൻ്റെ ഒരു ഷേപ്പ് മോഡലാണ് ഈ പാറ കാണുന്നത്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു.